അപ്പോൾ മക്കളെ, നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാണും അല്ലേ? നിങ്ങളുടെ വീട്ടിലെത്തിയോ? അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സൊക്കെ ഒന്ന് ശരിയാണോ എന്ന് നോക്കിക്കേ കേട്ടോ. ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മീക ചെഹ്റ കിസ് വിധ കി രചന ഹെ. എന്താണ് ആത്മീക ചെഹ്റ എന്നുള്ളത്? ഏത് വിധയാണ്? അതേന്ന് ഒരു കൺഫ്യൂഷനും ഇല്ല. ആത്മീക ചെഹ്റ എന്നുള്ളൊരു കവിതയാണ്. ലാസ്റ്റ് ചെറിയൊരു കവിത ഇല്ലേ, നമ്മൾ കവിതയെ കുറിച്ചൊക്കെ ആസ്വാദനപ്പണി പറഞ്ഞ സമയത്ത് അതിൽ പറഞ്ഞു കാണും അല്ലേ. ഇനി രണ്ടാമത്തത്, ഈദ് അവസർ പർ കുച്ച് മുസൽമാൻ കിസ് കെ ലിയെ തോഫെ ലേക്കറായി. ഈദിൻ്റെ അവസരത്തിൽ ആരാണ് കുറച്ച് സമ്മാനങ്ങളുമായിട്ട് അല്ലെ മുസൽമാന് സമ്മാനങ്ങളുമായി എത്തി? ആരെ കാണാൻ? അതേ, നമ്മുടെ ബാദ്ഷാനെ കാണാൻ വേണ്ടിയിട്ട്. ബാദ്ഷാ കെ ലിയെ കേട്ടോ. ഇനി മൂന്നാമത്തത്, കവി അനഘ കിസ് പാഠക പാത്ര ഹേ. ഏത് കഥാപാത്രമായിരുന്നു അല്ലേ? ഏത് ചാപ്റ്ററിലെ കഥാപാത്രമായിരുന്നു അനങ്ക്? യെസ്, ദവ അല്ലേ. ദവ എന്ന് പറഞ്ഞിട്ടുള്ള വ്യംഗ്യത്തിലെ കഥാപാത്രമായിരുന്നു അല്ലേ. പിന്നെ നാലാമത്തെയാണ്, തുഛെ ചടാക്കർ ഭലാബ് ക്യാ പാവുമേം കിസേ ചടാക്കർ. അതായത് നിന്നെ സമർപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് എനിക്ക് കിട്ടാനുള്ളത് എന്നുള്ളത് അല്ലേ. തുഛെ ചടാക്കർ ഭലാബ് ക്യാ പാവുമേം കിസേ ചടാക്കർ. ആരെ? നമുക്കറിയാം, നമ്മുടെ കുമുദ് ഫൂലല്ലടാ പറഞ്ഞത്, കുമുദ്ക്കോ. നമ്മുടെ കവി പറയുന്നുണ്ടായില്ലേ അല്ലേ, കുമുദ്ക്കോ. ഇനി അഞ്ചാമത്, കൽ രജിസ്ട്രി കെ ബാദ് വോ ജമീൻ അപ്നെ കഹാം രഹ് ജായേഗി കിസ്നെ കഹാ. നാളത്തെ രജിസ്ട്രേഷന് ശേഷം അത് നമ്മുടെ ഭൂമി വേറെ ആരുടേതോ ആയി മാറും. ആരാ പറഞ്ഞത്? പിതാജിയല്ലേ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞതല്ലേ. എന്നിട്ടല്ലേ മകനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? എന്ത് കാണാൻ വേണ്ടിയിട്ട്? സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. അതെ. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രശ്നവാചക ശബ്ദം കി സദാസ് ദോ പ്രശ്ന ബനായി. അതായത് കോൻ കഹാം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആര് എവിടെ. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചുകൊണ്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ലേഖക വിശ്വ ഹിന്ദി സമ്മേളൻ മേ ഭാഗ് ലേനെ കെ ലിയെ പാരാമാരിവോ ജാത്തെ ഹേ. അപ്പോൾ എന്താണ്? ലേഖകൻ വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പാരമാരവിലോട്ട് പോകുന്നു. ഇതെങ്ങനെ എഴുതാൻ സാധിക്കുക? എളുപ്പമല്ലേ? കാരണം കോൺ എന്നുള്ളത് ഞാൻ പറയാറുണ്ട്, അത് വ്യക്തിയാവും പറയാം, ആര് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ലേഖകനാണ് ഇവിടെ വ്യക്തി. അപ്പോൾ ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ കോൺ വിശ്വ ഹിന്ദി സമ്മേളൻ മേ ഭാഗ് ലേനെ കെ ലിയെ പാരമാരിവോ ജാത്തെ ഹേ എന്നെഴുതാം. അല്ലെങ്കിൽ വിശ്വ ഹിന്ദി സമ്മേളനമേ ഭാഗ് ലേനെ കെ ലിയെ കോൺ പാരാമാരിവോ ജാത്തെ ഹേ എന്നെഴുതിയാലും നോ പ്രോബ്ലം. മനസ്സിലായല്ലോ. ഇനി കഹാം, എവിടെ എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ ആവുമല്ലോ അല്ലേ. എവിടെ? പാരാമാരിവോ സ്ഥലത്തേക്കല്ലേ പോണത്. അപ്പോൾ ലേഖക വിശ്വ ഹിന്ദി സമ്മേളനമേ ഭാഗ് ലേനെ കെ ലിയെ കഹാം ജാത്തെ ഹേ എന്നാണ് പറയുക. എവിടേക്ക് പോകുന്നു കേട്ടോ. പാരാമാരിവോൻ്റെ അവിടെ കഹാം ചേർക്കാം. ഡൗട്ടൊന്നുമില്ലല്ലോ, എളുപ്പമല്ലേ. ഇനി സാർത്ഥക വാക്യമേം ബദലി നോക്കിയേ. ഹമേം നിരന്തർ പ്രയാസ് കർണ ഹെ. എളുപ്പല്ലേ. ഹമേം വേറെ, നിരന്തർ വേറെ, പ്രയാസ് വേറെ, കർണ വേറെ, ഹേ വേറെ. എളുപ്പല്ലേ അല്ലേ. ഇനി എട്ടാമത്തെ, കൈദി ബാബുക്കോ അപ്പിനെ ബേട്ടിക്കാക്കത്തേക്ക് ആസന മാതാ ക്യോം. എന്താണ്? തടവറലായ ആ അച്ഛന്, പിതാവിന് തൻ്റെ മകളുടെ കത്തൊരു കണ്ണീർ കാവ്യം പോലെ തോന്നി. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ 2 മാർക്ക് പറഞ്ഞതിൽ ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. കണ്ടോ, ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. അതന്നെ എടുത്തിട്ടിരിക്കുന്നു. 19ാമത്തേത് കണ്ടോ, കൈദി ബാബുക്കോ അപ്പിനെ ബേട്ടിക്കാക്ക താസന മാതാ ക്യോംകി ബേട്ടിക്ക് കത്ത് മേ ദേശ് എവം ബേട്ടിക്ക് ബുരി ഹാലത്തൊക്കെ പറഞ്ഞെന്താ. അപ്പോൾ മകളുടെ കത്തിൽ ദേശത്തെയും അതേപോലെ തന്നെ തൻ്റെ മകളുടെയും ആ ഒരു അവസ്ഥയെ അല്ലെ, ബുരി ഹാലത്ത്, മോശപ്പെട്ട അവസ്ഥയുടെ വർണ്ണനയായിരുന്നു. അതുകൊണ്ടാണ് ബേട്ടിക്ക കത്ത്, മകളുടെ കത്ത് അച്ഛനെന്ത് ഒരു കണ്ണീർ കാവ്യം പോലെയായി തോന്നിയത്. മനസ്സിലായല്ലോ. എഴുതിയില്ല? നിങ്ങൾ ആൻസർ ചെയ്തില്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ മാതൃഭൂമിയാണ് അല്ലേ നമ്മുടെ ആസ്വാദനപ്പണിയായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ലാസ്റ്റത്തെ അല്ലേ ആ ഒരു സ്റ്റാൻസിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അത് എഴുതിയില്ല എല്ലാവരും അല്ലേ. നമ്മളിതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് അതുതന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ 9ാമത്തെ നോക്കിയ, ശരീർ കാ സമാനാർത്ഥി ശബ്ദ കവിതാഞ്ച് മേ ഢൂണ്ട് കർ ലിഖിए. അതായത് ശരീർ എന്നുള്ളതിന് എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്? ദേഹ് അല്ലേ. കൺഫ്യൂഷനൊന്നുമില്ലല്ലോ അല്ലേ, ദേഹാണ് കേട്ടോ. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യനാണ്, കവിക്ക് അനുസാർ യ ദേഹ് അല്ലേ ആ ദേഹ് കിസ്സേ ബനി ഹുയി ഹെ. ആ ഒരു ദേഹം ആരിൽ നിന്നാണ്, എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് അല്ലേ. 2 മാർക്കിൻ്റെയാണ്. അതിൽ തന്നെ ഉണ്ട്, ആ പങ്ക്തിയിൽ തന്നെ ഉണ്ട്, നേരെ നിങ്ങളെടുത്ത് എഴുതിയാൽ മതി. അതെ, മാതൃഭൂമി സേ ബനി ഹുയി, മാതൃഭൂമിയിൽ നിന്നാണ് ആ ഒരു ദേഹം ഉണ്ടായിട്ടുള്ളത്. കൺഫ്യൂഷനില്ലല്ലോ. ഇനി 11ാമത്തേത്, ഇതിൻ്റെ ആസ്വാദന ടിപ്പണി. ഞാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മാത്രം ആസ്വാദന ടിപ്പണി നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അങ്ങനെ തന്നെയല്ലേ എഴുതി വെച്ചത് അല്ലേ. ഫസ്റ്റും 3ും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. സെക്കൻഡ് എന്ത് ചെയ്യുക? നമ്മുടെ ആ ഒരു ലാസ്റ്റ് ചാൻസിൻ്റെ ഇത് എഴുതുക കേട്ടോ.
ഓക്കെ മക്കളെ, 12ാമത്തെ നമ്മുടെ മുറുക്കിയുടെ ചരിത്ര പെട്ടിപ്പണിയാണ് ചോദിച്ചിരിക്കുന്നത്. കുറേ പേര് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ത് ചരിത്ര പെട്ടിപ്പണി ഏതാ വരിക എന്നുള്ളത്. അതാണ് അതിൽ നിന്ന് ആ പറഞ്ഞ സമയത്ത് ഞാൻ മുറുക്കിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജവന്തീൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂട്ടർ വാലേൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുറുക്കിയുടെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മുറുക്കിയുടെ ഈസി അല്ലടാ, മുറുക്കിയുടെ കാര്യങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ചരിത്ര പെട്ടിപ്പണിയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. മുറുക്കി ഓഫ് ബുലാക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെ മുറുക്കിയുടെ ചരിത്ര പെട്ടിപ്പണി കൊടുത്തിട്ടുണ്ട്. അത് പോയി കണ്ടാൽ മതി കേട്ടോ. അതേ, അടുത്ത ജീവൻ വ്രത ഡോക്ടർ ജെ ബാബുജിൻ്റെയാണ്. ജീവൻ വ്രത എളുപ്പമല്ലേ, ആ ഒരു എന്താ പറയുക, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ ഇത് നേരെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവരും എഴുതിയില്ലേ കാര്യങ്ങളൊക്കെ? പറഞ്ഞു തന്ന പോലെ തന്നെയല്ലേ എഴുതിയത്? എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട് എല്ലാ വീഡിയോസിലും കേട്ടോ. അതിനനുസരിച്ചല്ലേ എഴുതിയത് അല്ലേ? ജീവൻ വ്രതത്തിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ജീവൻ വ്രത കേസിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ ഫോർ ഹിന്ദി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, പോയി കാണാം കേട്ടോ. ഓക്കെ മക്കളെ, 14ാമത്തെ ദോനോ പദോക്കും ജോഡ്കർ ബാക്കി പല്ലവൻ കരേ എന്നുള്ളൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവരാണെങ്കിൽ ഇത് എളുപ്പത്തിൽ എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, ലടുക്കി കാനോമേ മുർക്കിയാം പഹനേധി നാക്കുമേ സോനേക്ക ബുലാക്ക്. ഈ ചാന്തിക്ക എന്നുള്ളതും ചോട്ടാസ എന്നുള്ളതും അവിടെ ചേർക്കണം. പെൺകുട്ടി കാതിൽ അണിഞ്ഞിരുന്നു? കമ്മൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. മൂക്കിലാണെങ്കിലോ സ്വർണത്തിൻ്റെ ഒരു മൂക്കുത്തിയും. എവിടേക്കൊക്കെയാണ് ചേർക്കേണ്ടതെന്നാണ് ഒന്നും പറയുന്നില്ല. ടെക്സ്റ്റ് ബുക്കത്തെ സെയിം കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നമുക്ക് ആൻസർ പറയാം. ഓക്കെ, കാനോമേ ചാന്തി കി മുർഖിയാം അല്ലെങ്കിൽ ചല്ലേ പഹനേതി ഓർ നാക്കുമേ സോനേക്ക ചോട്ടാസ ബുലാക്ക്. ചെവികളിൽ എന്തായിരുന്നു? ചാന്തിക്ക് വെള്ളിയുടെ എന്തായിരുന്നു? കമ്മലായിരുന്നു. നാക്കുമേ മൂക്കിലാണെങ്കിലോ സ്വർണത്തിൻ്റെ ചെറിയൊരു ചോട്ടാസ ബുലാക്ക്. അപ്പോൾ എവിടെയാണ് ചാന്തി എന്ന് ചേർത്തതും എവിടെയാണ് ചോട്ടാസ എന്ന് ചേർത്തതും മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? എത്ര പേർക്കത് ശരിയായി? ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. അടുത്തത് ഹൈക്കു ആണ് കേട്ടോ. ഹൈക്കുവിൻ്റെ ഭാവാർത്ഥം എഴുതാൻ വേണ്ടിയിട്ടാണ്. 12 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യന് നിങ്ങൾ എഴുതിയാൽ മതി, അതിൽ ഒന്ന് പെടും. അപ്പോൾ ഹൈക്കു എഴുതേണ്ടവർക്ക് ഹൈക്കു എഴുതാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കുറേ പേര് ഹൈക്കു കുറച്ച് ടഫാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥം തന്നെ നമ്മുടെ ഹൈക്കുവിൻ്റെ പാഠത്തിലും ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ മക്കൾ പോയി കാണാം കേട്ടോ. നോക്കിയ 16ാമത്തത് തേരാഘം മേരാഘം മേരി ജാൻ തേരി ജാൻ. എൻ്റെ ദുഃഖം അത് നിൻ്റെ ദുഃഖം, എൻ്റെ ജീവൻ അത് നിൻ്റെയും ജീവൻ എന്നുള്ള രീതിയിൽ ദോസ്തി പാഠക്ക് ആധാർ പർ ദോസ്തിക്ക് വിശേഷതായിൻ്റെ ഈ ദോസ്തി പാട്ടിലെ കവിതയിൽ അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ സുഹൃത്തിൻ്റെ വിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ദോസ്തിൻ്റെ ആസ്വാദ്യപ്പണി എഴുതുന്ന സമയത്ത് ഇതിങ്ങനെ തരും, എന്നിട്ട് ദോസ്തിൻ്റെ വിശേഷത എഴുതാൻ. എഴുതിയില്ലേ എല്ലാവരും അല്ലേ? ആ കാര്യങ്ങളൊക്കെ തന്നെ അല്ലടാ, കുറേ പഠിച്ചില്ല നമ്മൾ ആസ്വാദ്യപ്പണിയൊക്കെ. കാര്യങ്ങളൊക്കെ തന്നെ എഴുതി വെച്ചാൽ അതൊരു നല്ലൊരു സുഹൃത്ത്. ഒന്നും വേണ്ട, നമ്മുടെ ചാനലിൽ തന്നെ ദോസ്തി എന്നുള്ള വീഡിയോ കണ്ടവർക്ക്, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടവർക്ക് കറക്റ്റായിട്ട് സുഖമായിട്ട് എഴുതാൻ സാധിക്കും. എല്ലാവരും എഴുതിയില്ലേ? ഇതിനൊക്കെ 4 മാർക്കാണ് കേട്ടോ. ഓക്കെ, ഗദ്യാഞ്ച് പടി. അപ്പോൾ ഒരു സംക്ഷേപം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ മേരെ ഭാരത്വാസിയോ എന്നുള്ള ചാപ്റ്ററത്തെയാണ് അത് തന്നിട്ടുണ്ട്. അതിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സ്വപ്നോക്കോ സാക്കാർ കർണേക്കിൽ ഹമേ ക്യാ കർനാ ചാഹിയേ. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് കറക്റ്റ് അവിടെ സെൻറ്റൻസ് അവിടെ തന്നെ പറയുന്നുണ്ട്. എന്താണ് നമ്മൾ? നിരന്തർ പ്രയാസ് കർണി ചാഹിയേ. അല്ലടാ, നമ്മൾ എന്ത് ചെയ്യണം? ഷാരിയെ ഹമാരയിലെ സംഭവം ഒരു പക്ഷെ നമുക്കത് അസാധ്യമായിരിക്കാം. പർ ജബ് തക് ലോകോं की आंखों में आंसू है. എപ്പോൾ വരെയാണോ ജനങ്ങളുടെ കണ്ണിൽ കണ്ണുനീരുള്ളത്, അവർ പീഡിപ്പിക്കപ്പെടുന്നത്, തബ് തക് അതുവരെ നമ്മുടെ ജോലി അവസാനിക്കുകയില്ല. ഇസ്ലിയെ ഹമേം പരിശ്രമം കർണോ. എത്രമാത്രം എഴുതിയത്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. താക്കി ഹമേ അപ്പനെ സപ്നോക്കോ സാക്കാർ കർ സക്കെ. അപ്പം എന്താ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ സപ്നോക്കോ സാക്കാർ കർണെങ്കിൽ ഹമേ ക്യാ കർനാ ചാഹിയെ? ഹമേ പരിശ്രമം കർനാ ചാഹിയെ, നിരന്തർ പരിശ്രമം കർനാ ചാഹിയെ എന്ന് എഴുതി വെച്ചാൽ എന്താ 2 മാർക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഇനി ഗദ്യാഞ്ച് കാ സംക്ഷേപൺ കരെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളെടുത്ത് എഴുതുക. ഇതിലെന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? इतना नहीं लो. फर्स्ट दे दो हमारी पीढ़ी के सबसे महान व्यक्ति की महत्वाकांक्षा है हर एक अंग से आंसू मिट जाए. പിന്നെ അടുത്തത് തന്നെ इम्पोर्टेंट ആണ്. सपनों को हमें अपने सपनों को साकार करने के लिए निरंतर प्रयास करनी चाहिए. അത്ര തന്നെ പറയുന്നുള്ളൂ, കൂടുതലൊന്നും ഇതിൽ പറയുന്നില്ല.
അല്ലേ? നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. എളുപ്പമല്ലേ? ഇതിങ്ങനെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അധികം മേരെ ഭാരത്വാസിയാണ് വന്നിട്ടുള്ളത്. അതിപ്പോഴും ചോദിച്ചു. എഴുതിയില്ലേ നിങ്ങൾ? അടുത്തത് 19 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി കേട്ടോ. അതിൽ എത്ര മാർക്ക്? 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മക്കളെ. അതിൽ 19ാമത്തെ ക്വസ്റ്റ്യനിൽ ഹിന്ദി ക്ലബ് की ओर से आपके स्कूल में ഒരു പുസ്തക പ്രദർശനം നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എന്തിൻ്റെ നേതൃത്വത്തിലാണ്? ഹിന്ദി ക്ലബിൻ്റെ. ഇന്നലെ ഒരുപാട് വീഡിയോസ് നമ്മൾ പോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ ഇനി പോയി കാണാം കേട്ടോ. അതിലുണ്ട്, കറക്റ്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് പോസ്റ്റർ എഴുതേണ്ടത് എന്നൊക്കെ ഫോർമാറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോയി കാണാം. ചെയ്തിട്ടുണ്ടാവുമല്ലോ പോസ്റ്റർ അല്ലേ? ബോക്സൊക്കെ വരച്ചില്ലേ? ആ ഹെഡിങ്ങൊക്കെയും അതേപോലെ സ്ഥാനം സമയം താരീഖൊക്കെ കൊടുത്തില്ലേ? യെസ്, ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അത് എഴുതാണെന്ന് വെച്ചാൽ 6 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. അടുത്തത് പദ് പഠ്യ ഒരു ഭാവാർത്ഥത്തിലേക്ക്. നമ്മുടെ പദാണ് സൂർദാസ്ജിയുടെ അല്ലേ? സൂർദാസ്ജിയുടെ പദ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 കാര്യങ്ങളും ഇന്നലെ പറഞ്ഞ ആ സ്വാതന്ത്ര്യപ്പണിയിൽ ഈ പദ് പറഞ്ഞിട്ടില്ലേ? ആ 2 കാര്യങ്ങളും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ സാധിക്കും. മനസ്സിലായോ? ഹേ കാന ആയിക്കോട്ടെ, അതേപോലെ മേരെ ലാൽ ആയിക്കോട്ടെ. മനസ്സിലായല്ലോ? എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. എളുപ്പമുള്ളവർക്ക്, അത് പഠിച്ചവർക്ക് സുഖമായിട്ട് എഴുതാം. അതുതന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. 21ാമത്തത് സുറിനാമൊക്കെ വിശ്വ ഹിന്ദി സമ്മേളനക്ക് അനുഭവ ലേഖക പത്നി സേ ഭണ്ഡത്. അതായത് സുറിനാമിലെ വിശ്വ ഹിന്ദി സമ്മേളനത്തിന് ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലേഖകനായ ഹിമാൻശു ജോഷി തൻ്റെ പത്നിയോട് പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ലേഖകനും പത്നിയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണല്ലേ? അവരുടെ ഡയറിയും ഒന്നും വേണ്ട, ലേഖകനും അവിടെ വന്ന ഭാഗീദാരും തമ്മിലുള്ളതാണ് അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള നടത്തുന്ന ഒരു കോൺവെർസേഷൻ, അവിടുത്തെ കാര്യങ്ങൾ ഏകദേശം സെയിം തന്നെയാണ് പത്നിയുമായി നടത്തുന്നത് കേട്ടോ. ഇനി അടുത്തതിന് മീറ്റ് ചെയ്യാമെന്നൊന്നും പറയുന്നത് എഴുതി വെക്കരുതേ. പത്നിയാണ്, ഭാര്യയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ സുഖമായിട്ട് എഴുതി വയ്ക്കാൻ സാധിക്കും. 6 മാർക്കാണ്. നിങ്ങളൊക്കെ എത്ര ഓരോരുത്തർ എത്ര ഒരു സ്റ്റാൻസ് വീതമാണ് നിങ്ങൾ എഴുതിയത്? ഏകദേശം ഒരു 10-12 ഒരു 6 എന്നുള്ള രീതിയിൽ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എഴുതിയിട്ടില്ലേ നിങ്ങൾ? അടുത്തത് എന്താണ്? ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഓൺ 1861 in Bengal. His father is Devendranath Tagore and mother is Sharada Devi. He is a poet, philosopher and artist. He is the author of our national anthem. He was awarded Nobel Prize in 1913. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫിലോസഫർ, ദാർശനിക എന്നുള്ളതും ആർട്ടിസ്റ്റ് എന്ന കലാകാരൻ എന്നുള്ളത്, നാഷണൽ ആന്തം എന്നുള്ള രാഷ്ട്രഗാനം എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് എന്നാൽ നമുക്ക് നോക്കാം. രവീന്ദ്രനാഥ് ടാഗോർ का जन्म 1861 में बंगाल में हुआ था. बंगालिलायिरुन्नु. उनके पिता देवेंद्रनाथ टैगोर और माता शारदा देवी है. वे एक कवि, दार्शनिक और कलाकार है. वे हमारे राष्ट्रगान के रचयिता है. उन्हें 1913 में नोबेल पुरस्कार से सम्मानित किया गया था. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് 6 മാർക്ക് സുഖമായിട്ട് കിട്ടും. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? അടുത്തത് നോക്കിയ മക്കളെ, പാരിഭാഷിക് ശബ്ദ് അല്ലെ? ടെക്നിക്കൽ ടേംസ് ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 23 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 8 മാർക്കാണ് കേട്ടോ. ഇപ്പോൾ ടെക്നിക്കൽ ടേംസ് നമുക്കറിയാം അല്ലേ? ഒന്ന് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് 8 മാർക്കിൻ്റെ. പാരിഭാഷിക് ശബ്ദാവലി നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ആദ്യം നമുക്ക് ഹിന്ദി തന്നെ പിടിക്കാം കേട്ടോ. ഔസത്തിന് എന്താ പറയുക? ആവറേജ്. ഇനി പേശക്കി എന്നുണ്ട്. പേശക്കി എന്നുള്ളതിന് എന്താ? അഡ്വാൻസ് ആണ്. വിഷാണു എന്നുണ്ട്. വിഷാണു വൈറസാണ്. വാണിജ്യം എന്നുണ്ട്. വാണിജ്യ കൊമേഴ്സാണ്. സർവാധികാർ എന്നുള്ളതിന് എന്താ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷ് കോപ്പിറൈറ്റ് എന്നുള്ളതാണ് അല്ലേ? ഇനി ഭൗതികി എന്നുള്ളത് ഫിസിക്സ് ആണ്. ഇനിയോ ജന്തുവിജ്ഞാനം എന്നുള്ളത് എന്താണ്? സുവോളജിയാണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. സമാജ് വിജ്ഞാനം എന്നുള്ളത് എന്താണ്? സോഷ്യോളജിയാണ്. 8 മാർക്ക് സുഖമായിട്ട് കിട്ടിയില്ല. നമ്മുടെ ഹിന്ദി മാത്രമാണ്. ഹിന്ദി ഫസ്റ്റ് നോക്കി, എന്നിട്ട് നേരെ അത് ഇംഗ്ലീഷിലത്തെ കാര്യങ്ങൾ നോക്കി എഴുതി വെക്കാനല്ലേ? എളുപ്പത്തിൽ കിട്ടിയല്ലോ. 8 മാർക്ക് സുഖമായിട്ട് കിട്ടി. എത്ര പേർക്ക് ശരിയായി നോക്കി? 24ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പനി ഷാദി के लिए जमीन बेचते देख दीदी भावुक हो गई. തൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഭൂമി വിൽക്കുന്ന ആ ഒരു അച്ഛൻ്റെ ദുഃഖം അവരല്ലേ, അതിലെന്താണ്? അത് കണ്ടിട്ട് ദീദി ആകെ സങ്കടപ്പെട്ടു. ഇതിനെക്കുറിച്ച് സഹേലിക്കൊരു പത്രം എഴുതാണ്. തൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുകയാണ്. അതാണ് ദീദിക്ക് പത്ര തയ്യാറാക്കുക. അതിൽ ഷാദിയുടെ തയ്യാറികൾ വേണം, ജമീനിക്ക് രജിസ്ട്രേഷൻ വേണം, പിതാവിൻ്റെ ദുഃഖം വേണം,
സസുരാൽ വാലോങ്കി പ്രതി ആശങ്ക, തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചുള്ള ആശങ്കയും പ്രകടിപ്പിക്കണം. ഒന്നുമില്ല, പത്രത്തിൻ്റെ ഫോർമാറ്റ് എൻ്റെ മക്കൾക്ക് അറിയാലോ, മിസ്സ് പറഞ്ഞും തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ അതുമല്ല, ദീദിയുടെ ഡയറി എന്ന് പറഞ്ഞിട്ട് അതിനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദീദിയുടെ ഡയറിയിൽ ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നേരെ പത്രത്തിൻ്റെ ഫോർമാറ്റിലാക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ലെറ്റർ നമ്മുടെ സഹേലിക്ക് അയച്ചാൽ മതി. എളുപ്പമല്ലേടാ? എത്ര പേര് ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ട് കണ്ടോ? 25ാമത്തത്, കവിനെ കുമുദ് ഫൂൽ കാ ദാം ലड़की को दिया, वो बिना फूल लिए मंदिर की ओर चला, കവി की उस दिन का ഡയറി ലേക്ക്. അതായത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ ചോദിക്കാത്ത. നമ്മുടെ കവിതയിൽ നിന്നുള്ള ഡയറിയാണ് ചോദിച്ചിട്ടുള്ളത്. കവിത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. കവിതയെന്ന് പൊതുവെ ആസ്വാദനപ്പിണയായിട്ട് ഭാവാത്താണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇതിലെന്താ വെച്ചാൽ കവി കുമുദ് ഫൂൽ കാ ദാം, ഈ ആമ്പൽപ്പൂവിൻ്റെ ആ ഒരു വില ആ കുട്ടിക്ക് നൽകി അല്ലേ. എത്രയാണോ അതിൻ്റെ പൈസ ഈ കുട്ടിക്ക് നൽകി. പക്ഷേ നമ്മളെ കവി ONV കുറുപ്പ് മേടിച്ചോ, അതിൻ്റെ പൂ മേടിച്ചോ? ഇല്ല, തിരിച്ചു നടന്നു അല്ലേ. അങ്ങനെ കവി അന്നത്തെ ഡയറി എഴുതുകയാണ്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. ലടുക്കിക്ക് മുറിച്ചായ ചെഹരെ കൊതേക്കൻ, ലടുക്കിയുടെ എന്താ പറയുക, വാടിയ ആ ഒരു മുഖം കാണുന്നത്. ഫൂൽക്കോ, പൂവ്, ലടുക്കിക്ക് അന്ന സംജുന, ആ പൂവാണ് ആ കുട്ടിയുടെ അന്നം എന്ന് പറയുന്നത്. പരോപകാർക്കോ പുണ്യമാണ്, പരോപകാരം ഒരു പുണ്യമായി കാണുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കണം. നിങ്ങൾ എത്ര പേര് എഴുതിയത്? ഇത് ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ചോയ്സ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഡയറീൻ്റെ ഒക്കെ ഫോർമാറ്റ് വരച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഡയറീൻ്റെ ഫോർമാറ്റും ഫസ്റ്റ് എഴുതേണ്ട കാര്യങ്ങൾ ലാസ്റ്റ് എഴുതേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചാൽ കുറച്ച് മാർക്ക് കിട്ടും അറിയാത്തവരാണെങ്കിൽ. അല്ലാതെ അറിയുന്നതാണെങ്കിൽ എളുപ്പമാണെടാ. ആസ്വാദനപ്പണി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അതിലെന്തൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ. കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചാൽ മതി. മനസ്സിലായല്ലോ? എത്ര പേര് അതിൽ ഇത് എത്ര പേര് എഴുതിയിട്ടുണ്ട്? ഒന്ന് ആൻസർ ചെയ്തേ, ഒന്ന് കമൻറ്റ് ചെയ്തേ നിങ്ങൾ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ബാസാർ മേക്കനായ ദന്തമഞ്ജനായ. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ ഈ ദന്തമഞ്ജന എന്നുള്ളത്. ദന്തമഞ്ജന എന്നുള്ളതാണ് പേസ്റ്റിനെയാണ് പറയുന്നത്. എന്താണ്? പേസ്റ്റിനെ പറയുന്നതാണ് കേട്ടോ ഹിന്ദിയിൽ. ഉസ്കേലിയേക്ക് ഒരു ആകർഷക വിജ്ഞാപൻ, നല്ലൊരു പരസ്യം തയ്യാറാക്കാനാണ്. സുന്ദർ ചൊംകിലേതാണ്ട്, സുന്ദരമായ തിളങ്ങുന്ന പല്ല്. മസ്ബൂത്ത് മസൂടേത, സ്ട്രോങ്. ബദ്ബൂസെ മുക്തി, ഈ എന്താ പറയുക, വയനാട്ടുണ്ടാവില്ല, ആ ചീത്ത മണം ഉണ്ടാവില്ല, അതിൽ നിന്ന് മുക്തിയാണ്. പിന്നെന്താ, 100% ജൈവികമാണ്. ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് വിജ്ഞാപനം എഴുതുക. വിജ്ഞാപൻ കേസിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലേ, ഈ വിജ്ഞാപനത്തിൽ കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളടക്കം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മക്കൾ പോയി കണ്ടിട്ട് അത് കാണും. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ എഴുതി കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എഴുതിയില്ലേ വിജ്ഞാപനം ആരും സ്കിപ്പ് ചെയ്യില്ലാന്ന് മിസ്സിനറിയാം. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ. അപ്പോൾ ഏതൊക്കെ എഴുതി, എന്തൊക്കെ ക്വസ്റ്റ്യൻ എഴുതി, എത്ര മാർക്കിന് എഴുതി, ഇനി എന്തെങ്കിലും വിട്ടുപോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേ. ഈ മിസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായോ എല്ലാം അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ധന്യവാദ്.